അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബില്ലാഹ്. തേജസ് ന്യൂസിൻ്റെ റമളാൻ വിചാരത്തിലേക്ക് സ്വാഗതം. അല്ലാഹു തആല പറയുന്നു, ഫഖലഫ മിൻ ബഅദിഹിം ഖൽഫുൻ അളാഉസ് സ്വലാത്ത വത്തബഉശ് ശഹവാതി ഫസയൽഖൗന ഗയ്യ. അങ്ങനെ അവർക്ക് ശേഷം ഒരു കൂട്ടം പിൻഗാമികൾ വന്നു. അവർ നമസ്കാരത്തെ പാഴാക്കുകയും ശാരീരിക ഇച്ഛകളെ പിൻപറ്റുകയും ചെയ്തു. നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തുന്നതിൽ, നമ്മെ അച്ചടക്കമുള്ളവരാക്കുന്നതിൽ, വ്യവസ്ഥാപിതത്വമുള്ളവരാക്കുന്നതിൽ വളരെ നിസ്തുലമായ പങ്കുവഹിക്കുന്ന രണ്ട് ആരാധനകളാണ് നോമ്പും നമസ്കാരവും. നോമ്പും നമസ്കാരവും ആത്യന്തികമായി നമുക്ക് തന്നെ വേണ്ടിയുള്ളതാണ്. നമ്മുടെ നേട്ടത്തിന്, നമ്മുടെ നന്മയ്ക്ക്, നമ്മുടെ വിജയത്തിന്, നമ്മുടെ മോക്ഷത്തിന് വേണ്ടിയുള്ളതാണ്. അതല്ലാതെ ഇതുകൊണ്ട് അള്ളാഹുവിന് യാതൊരു നേട്ടവും ഇല്ല എന്നുള്ളത് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. അതുകൊണ്ട് തന്നെ നോമ്പിൻ്റെ, നമസ്കാരത്തിൻ്റെ ഒക്കെ ഫലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രതിഫലിക്കുന്ന തരത്തിൽ വേണം ഈ ആരാധനകളെ നാം അനുഷ്ഠിക്കാൻ. നമസ്കരിക്കുമ്പോൾ ആ നമസ്കാരം ആസ്വദിച്ചുകൊണ്ട് വേണം നമ്മൾ നിസ്കരിക്കാൻ. അതല്ലാതെ നമ്മൾ നിർബന്ധിതമായി കെട്ടിപ്പേറി നടക്കേണ്ടി വരുന്ന ഒരനുഷ്ഠാനം അതെങ്ങനെയെങ്കിലും നിർവഹിച്ചു തീർക്കുക എന്നുള്ളതാവരുത്. ആ നിസ്കാരം ആസ്വദിച്ചുകൊണ്ട് അത് അള്ളാഹുവുമായിട്ടുള്ള മുനാജാത്താണ് എന്ന അള്ളാഹുവുമായിട്ടുള്ള ആ സംഭാഷണത്തിൻ്റെ ആ ഒരു മധുരവും ലഹരിയും ആസ്വദിച്ചുകൊണ്ട് നിസ്കരിക്കുമ്പോഴാണ് ആ നിസ്കാരം ഫലവത്തായിത്തീരുന്നത്, സാർത്ഥകമായിത്തീരുന്നു. അതുപോലെ ആ നിസ്കാരത്തിൻ്റെ സ്വാധീനം നമ്മുടെ ജീവിതത്തിൻ്റെ സാമൂഹികവും രാഷ്ട്രീയവും കുടുംബപരവും എല്ലാമായ മേഖലകളിൽ പ്രതിഫലിക്കുകയും വേണം. അതുതന്നെയാണ് അല്ലാഹു തആല പറഞ്ഞത്, ഇന്ന സ്വലാത്ത തൻഹ അനിൽ ഫഹ്ശാഇ വൽ മുങ്കർ. തീർച്ചയായും നീചവും നികൃഷ്ടവുമായ കാര്യങ്ങളെ തൊട്ട് നിസ്കാരം തടയുന്നു. നിസ്കരിക്കുന്നവർ ചിന്തിക്കണം, എന്നെ തിന്മകളിൽ നിന്ന് തടയാൻ ഞാൻ അനുഷ്ഠിക്കുന്ന നിസ്കാരം എനിക്ക് പ്രേരകമാവുന്നുണ്ടോ എന്ന്. അതുപോലെ നാം ഇപ്പോൾ അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന നോമ്പ് നമ്മുടെ സ്വകാര്യ ജീവിതത്തിൽ അള്ളാഹുവിനെ സൂക്ഷിക്കാനും അള്ളാഹുവിനെ പേടിക്കാനും ഇസ്ലാം പഠിപ്പിക്കുന്ന മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാനും നമ്മെ പാകപ്പെടുത്തുന്നുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം. ഇന്നല്ലദീന യഖ്ശൗന റബ്ബഹും ബിൽ ഗൈബി ലഹും മഗ്ഫിറത്തും വഅജ്റുൻ കബീർ. അദൃശ്യമായി സ്വകാര്യ ജീവിതത്തിൽ തങ്ങളുടെ രക്ഷിതാവിനെ പേടിച്ച് ജീവിക്കുന്നവരാരോ അവർക്ക് മഹത്തായ പ്രതിഫലമുണ്ട് എന്ന് അല്ലാഹു തആല പറയുകയാണ്. നമ്മുടെ കർമ്മങ്ങളെ നിരീക്ഷിക്കാൻ അല്ലാഹു അല്ലാതെ മറ്റാരും ഇല്ലാത്തപ്പോഴും അല്ലാഹുവിനെ പേടിച്ചുകൊണ്ട് മാത്രം തിന്മകളെ വർജിക്കാനും നന്മകൾ പ്രവർത്തിക്കാനും ഈ നോമ്പ് നമുക്ക് പ്രേരകമാകുന്നുണ്ടെങ്കിൽ ഈ നോമ്പിൻ്റെ ഫലം ആർജിച്ചവരാണ് നമ്മൾ. കുത്തിബ അലൈ യാ അയ്യുഹല്ലദീന ആമനു കുത്തിബ അലൈക്കുമുസ് സിയാമു കമാ കുത്തിബ അലല്ലദീന മിൻ ഖബലിക്കും ലഅല്ലക്കും തത്തഖൂൻ. നിങ്ങൾ സൂക്ഷ്മതയുള്ളവരാകാൻ വേണ്ടിയാണ് നോമ്പ് നിങ്ങളുടെ മേൽ നിർബന്ധമാക്കപ്പെട്ടത് എന്ന് പറഞ്ഞ ആ നോമ്പിൻ്റെ ഫലം കൊയ്തവരായിത്തീരും നമ്മൾ. നോമ്പ് പിടിക്കുന്ന ഓരോ നിമിഷത്തിലും നമ്മൾ മൻ സ്വാമ റമളാന ഈമാനം വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. ഈ നോമ്പ് അനുഷ്ഠിച്ചാൽ എനിക്ക് പരലോകത്ത് വിജയമുണ്ടാകും എന്നുള്ള ഈമാനോടുകൂടിയും ഈ നോമ്പിൻ്റെ ചൈതന്യത്തിന് വിരുദ്ധമായ എന്തെങ്കിലും എൻ്റെ ജീവിതത്തിൽ, എൻ്റെ വാക്കുകളിലും പ്രവൃത്തികളിലും ഉണ്ടാകുന്നുണ്ടോ എന്നുള്ള ഇഹ്തിസാബ്, സ്വയം വിചാരണയോടുകൂടിയും ആര് നോമ്പനുഷ്ഠിക്കുന്നോ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, അവരുടെ മുൻകഴിഞ്ഞ പാപങ്ങൾ പൊറുക്കപ്പെടുമെന്ന് അള്ളാഹു പറഞ്ഞു. ഇതുപോലെ നിസ്കാരത്തെ പറ്റിയും പറഞ്ഞിട്ടുണ്ട്. മൻ ഖാമ റമളാന ഈമാനം വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. ആരെങ്കിലും ഈമാനോടും ഇഹ്തിസാബോടും കൂടി റമളാനിൽ നിന്ന് നിസ്കരിച്ചാൽ അവരുടെ മുൻകഴിഞ്ഞ പാപങ്ങൾ പൊറുക്കപ്പെടും. അപ്പോൾ നോമ്പ് എന്ന് പറയുന്നത് അത് അള്ളാഹുവിന് വേണ്ടി ജീവിക്കാൻ, അള്ളാഹുവിനെ മാത്രം പേടിച്ചുകൊണ്ട് തിന്മകൾ ഉപേക്ഷിക്കാനും അള്ളാഹുവിനെ മാത്രം കാക്ഷിച്ചുകൊണ്ട് നന്മകൾ ജീവിതത്തിൽ അനുഷ്ഠിക്കാനും നമ്മെ പാകപ്പെടുത്തുന്ന കർമ്മങ്ങളാണ് നിസ്കാരവും നോമ്പും എന്ന് പറയുന്നത്. ഈ നോമ്പ് നിസ്കാരവും കേവലം അനുഷ്ഠാനങ്ങൾ എന്നതിലുപരി അതിൻ്റെ ഈ ചൈതന്യത്തെ, ആത്മാവിനെ നമ്മിലേക്ക് സ്വാംശീകരിക്കുമ്പോഴാണ് ഇത് ഫലവത്തായിത്തീരുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നമാ അതഖബ്ബലു സ്വലാത്ത
മിമ്മൻ തവാളഅ ലി അളുമത്തി വലം യസ്തത്തിൽ ബിഹാ അലാ ഖൽഖി ഇല ആഖിരി ഹാദൽ ഹദീസ്. ഒരു ഖുദ്സിയ ഹദീസാണ്. അല്ലാഹു തആല പറഞ്ഞതായി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അള്ളാഹുവിൻ്റെ മഹത്വത്തിൻ്റെ മുന്നിൽ വിനയാന്വിതരാവുകയും അള്ളാഹുവിൻ്റെ സൃഷ്ടികളുടെ മേൽ ഔന്നത്യം നടിക്കാതിരിക്കുകയും വിധവകളോടും അനാഥകളോടും അഗതികളോടും കരുണ കാണിക്കുകയും ദുരിതബാധിതരുടെ കണ്ണീരൊപ്പുകയും ചെയ്യുന്നവർ ആരോ അവരിൽ നിന്ന് മാത്രമാണ് ഇന്നമാ അത്തഖബ്ബലുസ്സല, നമസ്കാരം അല്ലാഹു തആല സ്വീകരിക്കുക എന്ന് അള്ളാഹു പറയുകയാണ്. ഖുദ്സിയ ഹദീസാണ്. അപ്പം നിസ്കാരത്തിൻ്റെ സ്വീകാര്യതയ്ക്ക് പോലും സാമൂഹിക പ്രതിബദ്ധത അനിവാര്യമാണ്. സമൂഹത്തോട് പ്രതിബദ്ധതയുള്ളവനായി സമൂഹത്തിന് ഗുണം ചെയ്യുന്നവനായി ജീവിക്കുന്ന ഒരാളുടെ നിസ്കാരമാണ് സ്വീകരിക്കപ്പെടുകയുള്ളൂ. എല്ലാ ആരാധനകൾക്കും ഇത് ബാധകമാണ്. ശുഐബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അദ്ദേഹത്തിൻ്റെ ജനത അന്ന് അദ്ദേഹത്തോട് ചോദിച്ചു, അസ്സലാത്തുക്ക തഅ്മുറുക്ക അൻ നത്റുക മാ നഅ്ബുദു ആബാഉന ഔ അൻ നഫ്അല ഫി അംവാലിന മാ നശാ. ഞങ്ങളുടെ സമ്പത്തിൽ ഞങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാൻ പാടില്ല എന്ന് നിന്നെക്കൊണ്ട് പറയിപ്പിക്കുന്നത് നിൻ്റെ നിസ്കാരമാണോ ശുഐബെ എന്ന ആ ജനത ശുഐബ് നബീനോട് ചോദിക്കുകയാണ്. അപ്പം നമ്മുടെ സാമ്പത്തിക ജീവിതം ഉൾപ്പെടെയുള്ള എല്ലാ മേഖലകളിലും തികഞ്ഞ സൂക്ഷ്മതയുള്ളവരായി തീരാൻ നമ്മെ പ്രാപ്തമാക്കുന്ന തരത്തിൽ ഈ നോമ്പും ഈ നിസ്കാരവുമെല്ലാം അനുഷ്ഠിക്കുന്നതിന് നമ്മൾ പ്രതിജ്ഞാബദ്ധരായിരിക്കണം. ആ നിലയിലുള്ള ഒരു വ്യക്തിത്വം രൂപപ്പെട്ട് അള്ളാഹുവിലേക്ക് അടുക്കുവാൻ നമ്മൾ ഈ റമദാൻ മാസത്തെ ഉപയോഗപ്പെടുത്തണം. അത്തരത്തിലുള്ള വിജയികളിൽ അല്ലാഹുമ്മ ജഅൽനാ മിനസ്സുഅദാഇൽ മഖ്ബൂലീൻ, പടച്ചവനെ സ്വീകാര്യരായ വിജയികളിൽ ഞങ്ങൾ നീ ഉൾപ്പെടുത്തണമേ എന്ന് നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നതോടൊപ്പം അതിന് സഹായകമായ രീതിയിലാണോ നമ്മുടെ ഈ അനുഷ്ഠാനങ്ങൾ എന്ന് നമ്മൾ ആത്മവിചാരണ നടത്തിക്കൊണ്ടും ഇരിക്കുക. അത്തരത്തിലുള്ള ദാസിമാരുടെ കൂട്ടത്തിൽ അവൻ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.